ഖസാനത്തുൽ ഇൽമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീധല സ്വാമി എഴുതിയിട്ടുള്ള ഡ്രീം മിഡ് നൈറ്റ് എന്ന് പറയുന്ന പോയമാണ്. ബിഫോർ ദി എക്സ്പ്ലൈനിങ് അവർ പോയം ഇസ് എ ബ്രീഫ് ഇൻട്രോ അബൌട്ട് അവർ പോയറ്റ് ശ്രീധല സ്വാമി. ശ്രീധല സ്വാമി ഈസ് എൻ എസ്സേയിസ്റ്റ്, പോയറ്റ് ആൻഡ് എ ഫോട്ടോഗ്രാഫർ ഫ്രം ഹൈദരാബാദ്. ശ്രീധല സ്വാമി ഹൈദരാബാദിൽ നിന്നുള്ള ഒരു എസ്സേയിസ്റ്റ്, പോയറ്റ് ആൻഡ് ഫോട്ടോഗ്രാഫർ കൂടിയാണ്. എ റിലക്റ്റന്റ് സർവൈവർ, her depth collection of poems was brought out by Sahitya Academy in 2007 and was included in the Shakti Bhatt First Book Award shortlist. Her second book of poetry is titled Escape Artist 2014. The first Khazanath Singh Poetry Prize shortlist included it. അവരുടെ ഫസ്റ്റ് പോയം കളക്ഷൻ ആയിട്ടുള്ള എ റിലക്റ്റന്റ് സർവൈവർ എന്ന രചനയ്ക്ക് 2007 സാഹിത്യ അക്കാദമി ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വർക്ക് ശക്തി ഭട്ട് ഫസ്റ്റ് ബുക്ക് അവാർഡ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. രണ്ടാമത്തെ വർക്കായിരുന്നു എസ്കേപ്പ് ആർട്ടിസ്റ്റ് ഇൻ 2014 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബുക്ക് ഖുശ്വാന്ത് സിംഗ് പോയട്രി പ്രൈസ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആൻഡ് 4 children's books by Sridhala were released by Pratham Books in 2009 and 2012 respectively. കുട്ടികൾക്കുള്ള 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് 2009 2012 പ്രഥം ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. At the University of Stirling in Scotland in 2011, she served as a Charles Wallace Writer in Residence. സ്കോട്ട്ലൻഡിലെ സ്റ്റിർലിംഗ് യൂണിവേഴ്സിറ്റിയിൽ 2011 ചാൾസ് വാലസ് റൈറ്റർ ആയിരുന്നു നമ്മളുടെ പോയിട്ട്. ദെൻ in 2013 she was a fellow in the University of Iowa's ഇന്റർനാഷണൽ റൈറ്റിംഗ് പ്രോഗ്രാം. 2013 യൂണിവേഴ്സിറ്റി ലോവയിലെ ഇന്റർനാഷണൽ റൈറ്റിംഗ് പ്രോഗ്രാമിലെ മെമ്പർ കൂടിയായിരുന്നു. Then she served as a member of a jury for the Montreal International Poetry Prize in 2020. 2020 മോൺട്രിയൽ ഇന്റർനാഷണൽ പോയട്രി പ്രൈസിലെ വിധികർത്താക്കളിലെ ഒരു മെമ്പർ ആയിട്ട് കൂടി പോയിട്ട് ഇരുന്നിട്ടുണ്ട്. Then she has written 4 books for kids. In addition ആയിട്ട് 4 ബുക്കുകൾ കൂടി കിഡ്സിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള ബുക്സ് എഴുതിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സുശീലാസ് കോളംസ് ആൻഡ് ചീനൂസ് ഗിഫ്റ്റ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സുശീലാസ് കോളംസ് ആൻഡ് ചീനൂസ് ഗിഫ്റ്റ് എന്ന് പറയുന്ന 2 ബുക്ക്. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ദ പോയം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു ദ പോയം. Her poetry collection, Run for the Shadows in 2021, contains Dream Midnight. The poem explores a chaotic world where justice is arbitrary by showing the trauma of a mother trying to save her 12 years old son from the unlawful execution by drowning. നമ്മളുടെ ഡിസ്കസ് ചെയ്യുന്ന ഡ്രീം മിഡ് നൈറ്റ് എന്ന പോയം 2021 ഈ ശ്രീധല സ്വാമി എന്ന് പറയുന്ന നമ്മുടെ പോയറ്റ് തന്നെ പബ്ലിഷ് ചെയ്തപ്പെട്ട മറ്റൊരു പോയട്രി കളക്ഷനിൽ നിന്നും റൺ ഫോർ ദി ഷാഡോസ് എന്ന പോയട്രി കളക്ഷനിൽ നിന്നും എടുത്തതാണ് ഡ്രീം മിഡ് നൈറ്റ് എന്ന് പറയുന്ന പോയം. ഈ പോയത്തില് റൈറ്റർ തുറന്നു കാണിക്കുന്നത് ഒരു അമ്മയുടെ സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ്. തൻ്റെ 12 വയസ്സായ മകനെ ഒരു ഇല്ലീഗൽ എക്സിക്യൂഷനിൽ നിന്നും രക്ഷിക്കുവാനുള്ള ഒരു അമ്മയുടെ കഷ്ടപ്പാട്. ഇവിടെ അൺലോഫുൾ എക്സിക്യൂഷൻ ബൈ ഡ്രോണിങ് അഥവാ നിയമവിരുദ്ധമായ രീതിയിലുള്ള മുക്കിക്കൊല്ലുന്ന വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ഒരു മകനെയാണ് കാണിക്കുന്നത്. അതിനെതിരെ സ്ട്രഗിൾ ചെയ്യുന്ന അമ്മയുടെ മാനസികാഘാതമാണ് ഈ കവിതയിൽ ഉൾക്കൊള്ളുന്നത്. ആൾസോ എന്തുകൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? Starting, the poem explores a chaotic world where justice is arbitrary എന്ന് പറയുന്നുണ്ട്. എന്താണ്? പിന്നീട് ഒരു താറുമാറായിട്ടുള്ള ഒരു ലോകം, ഒരു കയോട്ടിക് വേൾഡ് അല്ലെ, അവിടെ എന്താണ്, ഒട്ടും നിയമാനുസൃതമല്ലാത്ത തോന്നിപ്പോയ രീതിയിൽ നീതി നടപ്പാക്കുന്ന ഒരു ലോകത്തെ കുറിച്ചിട്ടും ഈ കവിതയിൽ വിവരിക്കുന്നുണ്ട്.
and it is also shows the fragmented thoughts of a mother about her son. ഈ കവിതയിൽ തുറന്നു കാണിക്കുകയാണ് എന്താ ചെയ്യുന്നത്, ഒരു അമ്മക്ക് തൻ്റെ മകനെ കുറിച്ചുള്ള ചിന്തകൾ അത് എങ്ങനത്തെ ചിന്തകളാണ് വെച്ചാൽ ഫ്രാഗ്മെന്റഡ് തോട്ട്സ് ആണ്. ഫ്രാഗ്മെന്റഡ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടേക്ക് ഭയങ്കര പരതി കിടക്കുന്ന ഒരു ചിന്തകളെ കുറിച്ചിട്ട്, മകന് അമ്മയെ കുറിച്ച് പരതി കിടക്കുന്ന കുറച്ച് ചിന്തകളെ കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. ഷീ ഹൈഡ്സ് ഹിം ഫ്രം ദി പബ്ലിക് ബിക്കോസ് ഓഫ് ദി ഫിയർ ഓഫ് ഇൻസെക്യൂരിറ്റി ദാറ്റ് ഗ്രിപ്സ് ഹർ. എന്താണ്, ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും തൻ്റെ മകനെ മറച്ചു വെക്കാനുള്ള അവളുടെ വെപ്രാളത്തെ കുറിച്ചിട്ട്, അഥവാ ഇൻസെക്യൂരിറ്റി കൊണ്ടുള്ള അവളുടെ ഭയം കാരണം എന്താണ്, അമ്മ പബ്ലിക്കിൽ നിന്നും തൻ്റെ മകനെ എന്ത് ചെയ്യാണ്, മറച്ചു വെക്കുകയാണ്. ഈ മകന് എന്താണ്, ഒരു 12 വയസ്സായ ഈ ഒരു മകനെ എന്ത് ചെയ്യാണ്, എക്സിക്യൂട്ടഡ് ബൈ ഡ്രോണിങ് ആണ്, മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് എന്താണ് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ആ പബ്ലിക്കിൽ നിന്നും ആ മകനെ എന്ത് ചെയ്യാണ്, മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയെ കാണാൻ പറ്റുന്നുണ്ട്. ആൾദോ ഷീ ഈസ് പ്ലോഫ്ഡ് ബൈ ഫീലിംഗ് ഓഫ് ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി. എന്താണ്, ഭയം, അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വത്തിലൊക്കെ അവളെ പിന്തുടരുകയാണ് അല്ലെ. ആ അമ്മക്ക് എന്താണ്, ഈ പബ്ലിക്കിൽ നിന്നും ആ മകനെ മറച്ചു വെക്കാൻ എന്താണ് ഒരുപാട് ഇൻസെക്യൂരിറ്റി, ഫിയർ, അൺസർട്ടനിറ്റി എന്ത് ചെയ്യാണ്, ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഭയം അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. She holds out hope that her son will use the wings she has given him to prevent drowning. പക്ഷെ എന്തിരുന്നാലും തൻ്റെ മകൻ ആ മുങ്ങി മരണത്തിൽ നിന്നും താൻ കൊടുത്ത ചിറകുകൾ കൊണ്ട് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ, ഹോപ്പ് എന്തുണ്ട്, ആ അമ്മക്കുണ്ട്. The poem serves as the ideal example of an understatement free of theatricality or emotional baggage. ഈ കവിതയിൽ നമുക്ക് നാടകീയതയോ അല്ലെങ്കിൽ വൈകാരിക മുഹൂർത്തങ്ങളോ ഇല്ലാത്ത ഒരു പ്യുവർ പോയമായിട്ടാണ് ഈ ഡ്രീം മിഡ്നൈറ്റ് ഉള്ളത്. ഇതിൽ എന്താണ്, ഒരു നാടകീയതയൊന്നും കാണിക്കാതെ ഇറ്റ്സ് ലൈക്ക് ഇമോഷൻസ് മാത്രം, എക്സ്പ്രഷൻസിലേറെ ഇമോഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കവിതയാണ്. ദ എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ്. എക്സ്പ്രഷൻസ് എന്താണ്, കൺട്രോൾഡ് ആണ്. ബട്ട് ദ ഫീലിംഗ് ആർ സ്ട്രോങ്. എന്താണ്, ഫീലിംഗ് വളരെ സ്ട്രോങ് ആണ്. ഇമോഷൻസ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദ പോയം ഈസ് ഇൻഫ്യൂസ്ഡ് വിത്ത് എ മെറ്റേണൽ ഇൻസ്റ്റിക്ട് വിച്ച് ഈസ് ഇൻഹെറന്റ്ലി പ്രൊട്ടക്റ്റീവ്. ഹവർ ഇറ്റ് ലൈറ്റർ ബിക്കം ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് ആൾസോ എ മെഡിറ്റേഷൻ ഓൺ ഫ്രീഡം. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് എന്താണ്, ഈ കവിതയിൽ ഉടനീളം ഒരു അമ്മയുടെ മകനോടുള്ള മെറ്റേണൽ ഇൻസ്റ്റിക്ട് അഥവാ മെറ്റേണൽ ഇമ്പൾസ് അല്ലെ, ഒരു മാതൃത്വത്തിന്റെ ഒരു ആക്കത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു കവിതയുടെ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതും എന്താണ്, ഇറ്റ്സ് വെരി നാച്ചുറലി പ്രൊട്ടക്റ്റീവ് ആണ്. ദ പോയം it's inherently protective. However, it later become clear that it also a meditation on the freedom. എന്താണ്, എന്തിരുന്നാലും പിന്നീട് അത് എന്തിലേക്ക് മാറാണ്, ഫ്രീഡം എന്നതിലേക്കുള്ള ഒരു മെഡിറ്റേഷൻ ആയിട്ട് മാറുന്നത് നമുക്ക് ഈ കവിതയിൽ കാണാൻ പറ്റും. The poem is infused with however, it later become clear that it is also a meditation on freedom. It is a reader's poem because it is ഓപ്പൺ എൻഡഡ്. ഇതെന്താണ്, ഒരു വായനക്കാരുടെ കവിതയാണ് അല്ലെ. ഇറ്റ് ഈസ് എ റീഡേഴ്സ് പോയം, ഒരു വായനക്കാരുടെ കവിതയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഓപ്പൺ എൻഡഡ്. എന്താണ് ഓപ്പൺ എൻഡഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റീഡേഴ്സിലെ ഇതിനൊരു ക്ലൈമാക്സ് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ പോയറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ഒരു ക്ലൈമാക്സിന് റീഡേഴ്സിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തേക്കാണ്. ആ ഇഷ്ടത്തിൽ അവർക്ക്, ആ ഒരു ഇഷ്ടത്തിൽ നമുക്ക് എന്താണോ ഒരു റീഡേഴ്സിന് അവിടെ കൊടുക്കാനുള്ളത്, ആ ഒരു എൻഡിങ് അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സ് സീൻ അവർക്ക് എന്ത് ചെയ്യാം, അതിൽ ആഡ് ചെയ്ത് ചിന്തിക്കാം. അല്ലെങ്കിൽ ആ ഒരു കവിത ഇങ്ങനെയാണ് എൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ സ്വയബോധ, റീഡേഴ്സിന്റെ സ്വയബോധത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ഈ ഒരു പോയം നമ്മളുടെ ശ്രീധല സ്വാമി എന്ന് പറയുന്ന പോയിട്ട് വളരെ ഭംഗിയായിട്ട് എൻഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇറ്റ്സ് എ ഓപ്പൺ എൻഡഡ് അഥവാ റീഡേഴ്സ് പോയമാണ്, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള പോയമാണ്. റിഗാർഡിംഗ് ഫോം ദർ ഇസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് കെയർ. The poem ends on a positive note, emphasizing the strength of the human imagination.
ഇതിൽ അതിസൂക്ഷ്മതയുള്ള തരത്തിലാണ് ഈ കവിത പോകുന്നത്. പോയം അവസാനിക്കുന്നത് ശുഭാപ്തി വിശ്വാസത്തിലാണ്. മനുഷ്യ സങ്കല്പങ്ങളുടെ അഥവാ ഹ്യൂമൻ ഇമാജിനേഷന്റെ സ്ട്രെങ്ത് വളരെയധികം എടുത്തു കാണിക്കുന്ന രീതിയിൽ കൂടിയാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. ഇറ്റ്സ് എ പോസിറ്റീവ് നോട്ടാണ്. ആൻഡ് സ്ട്രെങ്ത് ഓഫ് ഹ്യൂമൻ ഇമാജിനേഷൻ അല്ലെ, ഒരു ഹ്യൂമൻ ഇമാജിനേഷന്റെ സ്ട്രെങ്ത് വളരെയധികം എടുത്തു കാണിക്കുന്നത്. ഒരു അമ്മയുടെയും മകന്റെയും ബോണ്ടിനെ, അവരുടെ എക്സ്പ്രഷൻസിനെ, ഫീലിങ്സിനെ എന്താണ് വളരെ ഡീപ്പായിട്ട് ഒരു ഇമാജിനേഷൻ, ഒരു മനുഷ്യന്റെ ഇമാജിനേഷൻസ് എത്രത്തോളം ഡീപ്പായിട്ട് പോകാം എന്നുള്ളതിനെ എടുത്തു കാണിക്കുന്ന ഒരു കവിതയാണ്. And in the poem's final lines, the hope of resurrections is connected to humanity's hope for a new world free from oppression and fear. ഈ കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ ലൈൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ഉയർത്തെഴുന്നേൽക്കാനുള്ള പ്രതീക്ഷ കാണിക്കുന്നത്. ആ ഒരു ഫൈനൽ ലൈൻസിൽ നമ്മുടെ പോയത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ലൈൻ ബൈ എക്സ്പ്ലനേഷൻസിൽ നമുക്ക് പറയാം. ആ ഒരു ലാസ്റ്റ് ലൈൻസിൽ എന്ത് നമുക്ക് ഫീൽ ചെയ്യും? ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീക്ഷ കാണും. ഹോപ്പ് ഓഫ് റിസറക്ഷൻ കാണുന്നുണ്ട്. ആ ഒരു ഉയർത്തെഴുന്നേൽക്കുന്ന പ്രതീക്ഷ ഇവിടെ കാണിക്കുന്നത് എന്തിനെയാണ്? ഇറ്റ്സ് കണക്റ്റഡ് ടു ദ ഹ്യൂമാനിറ്റീസ് ഹോപ്പ് ആണ്, മനുഷ്യത്വത്തിന്റെ പ്രതീക്ഷയാണ് കാണിക്കുന്നത്. അഥവാ ഫോർ എ ന്യൂ വേൾഡ് ഫ്രീ ഫ്രം ഒപ്രഷൻ ആൻഡ് ഫിയർ. പുതിയ ഒരു ലോകത്തെ, അവിടെ എന്തില്ല, ഒരു ഒപ്രഷൻസോ ഫിയറോ അല്ല ഭയം ഒന്നുമില്ലാത്ത ഒരു ന്യൂ വേൾഡിന്റെ ഒരു ഇതെല്ലാം, ഈ ഒരു ഓപ്പറേഷനിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഒരു ന്യൂ വേൾഡിന്റെ പ്രതീക്ഷ, അത് ഹ്യൂമാനിറ്റിയുടെ ഒരു ഹോപ്പാണ് കാണിക്കുന്നത്. അഥവാ ഒരു 12 വയസ്സായിട്ടുള്ള ഒരു മകനെ എന്താണ്, ഒരു ചെറിയ ഒരു കുട്ടിയിലെ, ഒരു 12 വയസ്സായ ഒരു സ്റ്റുഡന്റിനെ എന്ത് ചെയ്യാണ്, എക്സിക്യൂട്ട് ചെയ്യാൻ, ബൈ ഡ്രോണിങ്ങിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതിനൊരു നീതി കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇനിയും ആ ഒരു ന്യൂ വേൾഡ്, ഓപ്പറേഷൻസോ ഫിയറോ ഇല്ലാത്ത ഒരു ന്യൂ വേൾഡിന്റെ ഹോപ്പ് പറഞ്ഞിട്ടാണ് എന്താ ഇതിന്റെ ഫൈനൽ ലൈൻസ് പോകുന്നത്. ഇതാണ് ഈ ഒരു പോയത്തിന്റെ ഇൻട്രൊഡക്ഷൻ. നമുക്ക് കവിതയിലേക്ക് കിടക്കാം. ഈ ഒരു കവിതയിൽ സംസാരിക്കുന്നത് അമ്മയാണ്. The speaker is our ആ ഒരു സൺ ആൻഡ് മദറിലെ മദർ ആണ് ഇവിടെ സ്പീക്കർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യാം. He is 12 and he is to be executed by drowning. He escapes. Now he is sitting in front of me as if he has just come out of his shower, but he is shivering. എന്താണ് പറയുന്നത്? He is 12 അല്ലെ, അവന് 12 വയസ്സാണ് അല്ലെ. നമ്മൾ ഹീസ് എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? അമ്മയുടെ മകനാണ് അല്ലെ. ഹീസ് 12, അവൻ 12 ആണ്. ആൻഡ് ഈസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ഡ്രോണിങ്. എന്താണ്? അവന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് ഡ്രോണിങ്ങിലൂടെയാണ്. ഡ്രോണിങ് മീൻസ് മുക്കിക്കൊല്ലുന്ന രീതിയിലൂടെയാണ് അവന്റെ വധശിക്ഷ നടപ്പാക്കുന്നത്. ഹി എസ്കേപ്സ്, ബട്ട് എന്താണ്? അവൻ രക്ഷപ്പെടുന്നു. ഹീസ് എസ്കേപ്സ്, അവൻ രക്ഷപ്പെടുന്നു. നൗ ഹി ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ആസ് ഇഫ് ഹി ഹാസ് ജസ്റ്റ് കം ഔട്ട് ഓഫ് ഹിസ് ഷവർ. അവൻ എൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? നൗ അവനിപ്പോ എൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. എങ്ങനെ? ഇപ്പോൾ കുളി കഴിഞ്ഞ് വരുന്നത് പോലെ, ഒരു ഷവറിങ് കഴിഞ്ഞിട്ട് അല്ലെ, കുളി കഴിഞ്ഞ് വരുന്നത് പോലെ അവൻ എന്താണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ബട്ട് ഹി ഈസ് ഷിവറിങ്, പക്ഷെ എന്താണ്? അവൻ വിറക്കുന്നു. ഐ ഹാവ് നോ ടൈം ടു ഹോൾഡ് ഹിം ഓർ റിലീസ് ദ ഗ്രീഫ് ദാറ്റ് ഹെൽപ് മീ. എന്താണ്? ഐ ഹാവ് നോ ടൈം ടു ഹോൾഡ് ഹിം. അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ അവനെ ഒന്ന് പിടിച്ച് ആലിംഗനം ചെയ്യാൻ എന്താണ് എനിക്ക് സമയമില്ല. അല്ലെങ്കിൽ എന്താണ്? റിലീസ് ദ ഗ്രീഫ് ദാറ്റ് ഹെൽപ് മീ. എന്നിൽ പിടിപെട്ട ദുഃഖത്തെ അല്ലെങ്കിൽ വേവലാതിയെ ഒന്ന് റിലീസ് ചെയ്യൂ. എന്നാൽ മാത്രമേ എനിക്ക് അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്ന് ആലിംഗനം ചെയ്യാനോ അല്ലെങ്കിൽ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാനോ സാധിക്കുള്ളൂ. അതിന് സമയം എനിക്ക് കിട്ടുന്നില്ല. ഐ മസ്റ്റ് ഹൈഡ് ഹിം. നിർബന്ധമായിട്ടും ഞാൻ അവനെ ഒളിപ്പിക്കും അല്ലെ. ഞാൻ അവനെ ഒളിപ്പിക്കും. ആൻഡ് ഫ്രം ദ ഫുൾ ഓഫ് ഹൗസ് ദാറ്റ് ഈസ് ഹാഫ് എംപ്റ്റീഡ് ഓഫ് ദി വാട്ട് ഇറ്റ് ഹോൾഡ്സ്. എന്താണ്? ആദ്യമൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്ന ഈ വീട്ടിൽ എന്താണ്? നൗ ഇസ് ഹാഫ് എംപ്റ്റി ആണ് അല്ലെ. ഹാഫ് എംപ്റ്റി ആണ് ഇപ്പോ. എന്തിരുന്നാലും എന്താണ്? അവനെ ഇവിടെ ഒളിപ്പിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് ഇറ്റ് ഹോൾസ്, എന്ത് തന്നെ ആയാലും എന്താണ്? അവനെ ഞാൻ ഇവിടെ ഒളിപ്പിക്കും എന്നാണ് പറയുന്നത്. എ കാർഡ്ബോർഡ് വാൾ ഹാർഡ്ലി ഇനഫ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് മതി?
ഒരു കാർഡ്ബോർഡ് വാള് മതി എനിക്ക്. ദാറ്റ്സ് ഹാർഡ്ലി ഇനഫ്. അത് മാത്രം, അത് തന്നെ തികയും ഇപ്പോഴത്തേക്ക് അല്ലെ. ഇറ്റ്സ് മസ്റ്റ് സഫേസ് ഫോർ നൗ. ഇപ്പോഴത്തേക്ക് അത് തന്നെ എന്താണ്, തികയും. ദ പീപ്പിൾ നോ ഹി ഈസ് ഹിയർ. മനുഷ്യർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാം അറിയാം അവൻ ഇവിടെ ഉണ്ടെന്ന്. പീപ്പിൾസിന് എല്ലാം അറിയാം. ബട്ട് ദേ ഗ്രീറ്റ് ഹിം ആസ് ഇഫ് ഹി ഹാഡ് നെവർ ലെഫ്റ്റ് ആൻഡ് നെവർ നീഡഡ് ടു. എന്താണ്, പക്ഷെ അവൻ ഇവിടെ വിട്ടു പോവാത്തത് പോലെയും അവനെ ആവശ്യമില്ലാത്തത് പോലെയുമാണ് ജനങ്ങൾ അവനെ ട്രീറ്റ് ചെയ്യുന്നത്. അവനെ എങ്ങനെയാണ് ജനങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? അവൻ ഇവിടെ വിട്ടു പോകാത്തത് പോലെയും അവനെ ആവശ്യമില്ലാത്തത് പോലെയാണ്. നെവർ നീഡഡ് ടു അല്ലെ. അവനെ ആവശ്യമില്ലാത്തത് പോലെയാണ് ജനങ്ങൾ എന്താണ് അവരവനെ ട്രീറ്റ് ചെയ്യുന്നത്. ഐ സ്റ്റിൽ ഡു നോട്ട് നോ വാട്ട് ഹി ഡിഡ്. Like every mother, I say my son is innocent. I still do not know what he did. ഇപ്പോഴും എന്താണ്, എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ അവൻ എന്താണ് ചെയ്തതെന്ന്. ലൈക്ക് എന്തിരുന്നാലും എന്താണ്, ലൈക്ക് എവറി മദർ സേ, എല്ലാ അമ്മമാരും പറയുന്നത് പോലെ ഐ സേ, ഞാനും പറയുന്നത് എന്താണ്, മൈ സൺ ഈസ് ഇന്നസെന്റ്. എൻ്റെ മകൻ നിഷ്കളങ്കനാണ്, എൻ്റെ സൺ ഇന്നസെന്റ് ആണെന്ന് ഞാൻ പറയുന്നു. ഹൗ ഡിഡ് ദി പ്ലാൻ ഹിസ് എക്സിക്യൂഷൻ? അവരെങ്ങനെയാണ് ഈ എക്സിക്യൂഷൻ പ്ലാൻ ചെയ്തത്? ഈസ് ഇറ്റ് ആൾ മേക്ക് ബിലീവ്? ഇത് വിശ്വസിക്കാമോ? വേർ ദേ പൈറേറ്റ്സ്? അവരെ കടൽ കൊള്ളക്കാരാണ്. പൈറേറ്റ്സ് മീൻസ് കടൽ കൊള്ളക്കാരാണോ? ഡിഡ് ദേ മേക്ക് ഹിം വാക്ക് ഇൻ ദ പ്ലാങ്ക്? എന്താണ്, അവനെ പലകയുടെ മേൽ നടത്തിയോ? പലകയുടെ മേൽ നടത്തിയോ? ഡിഡ് ഹി വാക്ക് ഓഫ് ദി എഡ്ജ് ലൈക്ക് എ ഫൂൾ വിത്ത് ഹിസ് ഹെഡ് ഇൻ ദി ക്ലൗഡ്സ്? അവനൊരു എഡ്ജിലൂടെ ഫൂളായിട്ട് നടന്നുവോ? അവന്റെ ഹെഡ് മേഘങ്ങൾക്കിടയിലൂടെയാണ്. ഇവിടെ പറയുന്നത് അവന്റെ മരണത്തിന് ശേഷമുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പിക്ചർ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഹിസ് ഹെഡ് ഇൻ ദി ക്ലൗഡ്സ്, അവന്റെ തല എന്താണ്, ഹെഡ് എന്താണ്, ക്ലൗഡ്സ് മേഘക്കൂട്ടങ്ങളിലാണ് എന്ന് പറയുന്നത് അവന്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അവൻ വിട പറഞ്ഞതിന് ശേഷമുള്ള ഒരു പിക്ചർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഐ ക്യാൻ ബിലീവ് ദിസ് ലാസ്റ്റ്. എന്താണ്, അവസാനം എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കും. പക്ഷെ എന്താണ്, ഐ കനോട്ട് ബിലീവ് ഇൻ ദ ഡെത്ത് ബൈ എക്സിക്യൂഷൻ. എനിക്ക് അവസാനം ഇത് വിശ്വസിക്കാൻ സാധിക്കും, പക്ഷെ എന്താ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഐ കനോട്ട് ബിലീവ്, എനിക്ക് എന്താണ്, വിശ്വസിക്കാൻ സാധിക്കില്ല. എന്താണ്, ദാറ്റ്സ് ഇൻ ഡെത്ത് ബൈ എക്സിക്യൂഷൻ. അവന്റെ മരണം സംഭവിച്ചത് എക്സിക്യൂഷൻ ബൈ ഡ്രോണിങ്, മുക്കിക്കൊന്ന് അല്ലെങ്കിൽ മുങ്ങി മരണത്തിലൂടെയാണ് അവന്റെ എക്സിക്യൂഷൻ നടന്നത് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് സിവിലൈസ്ഡ്. ഇത് സംസ്കാരമുള്ളതല്ല. എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഹൗ വി ലീവ്. എന്താണ്, നമ്മൾ താമസിക്കുന്നിടം ഇങ്ങനെയല്ല. ഇതെന്താണ്, സംസ്കാരമുള്ളതല്ല. ആൻഡ് വേർ വി ലീവ്, നമ്മൾ താമസിക്കുന്നിടത്ത് എന്താണ്, ഇങ്ങനെയല്ല. വേർ വി ലീവ്, നമ്മൾ താമസിക്കുന്നിടത്ത് എങ്ങനെയില്ല. There were not men lined up, rifles pointed at the boys who came up for air and reached right for the clouds. എന്താണ്, നമ്മൾ താമസിച്ചിരുന്നിടത്ത് നിരനിരയായി ആണുങ്ങളെ പോലെ മെൻസ് ഒരുപാട് നിരനിരയായി നിന്ന് അവരൊരു ബോയുടെ മേൽ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് പോലെയൊന്നും അങ്ങനെയൊന്നും എന്താണ് നമ്മൾ താമസിക്കുന്നിടത്ത് ഉണ്ടായിരുന്നില്ല. ഇതെന്താണ്, സംസ്കാരമുള്ളതല്ല എന്നാണ് പറയുന്നത്. He flew. This is what occurs to me. എന്താണ്, അവൻ പറന്നു, അഥവാ മകൻ മരിച്ചുപോയി അല്ലെങ്കിൽ മരിച്ചു എന്നതാണ് പറയുന്നത്. ഹി ഫ്ലൂ, അവൻ പറന്നു. ദിസ് ഇസ് വാട്ട് ഒക്കേഴ്സ് ടു മീ, ഇതാണ് എനിക്ക് സംഭവിക്കുന്നത്. ഐ സ്റ്റിൽ ഡ്രീം ഓഫ് ഫ്ലൈറ്റ്, ഞാൻ ഇപ്പോഴും ആ ഫ്ലൈറ്റിന്റെ സ്വപ്നത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. ആസ് ഇഫ് ദ ബൗൾ ഓഫ് ഹെവൻ ഈസ് ആൻ ഇല്യൂഷൻ. എന്താണ്, ഹെവനിലെ ഒരു ബൗള് ഒരു മിഥ്യയാണെന്നത് പോലെ അവന്റെ മരണവും ഒരു മിഥ്യയാണെന്നുള്ള ഒരു സ്വപ്നത്തിലാണ് എനിക്ക് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഐ ഗേവ് ഹിം വിങ്സ് അപ്പ് ബട്ട് ഹി യൂസ്ഡ് ദം ടു കം ഹോം. ഞാൻ അവന് എന്ത് ചെയ്തു, ചിറകുകൾ കൊടുത്തു അല്ലെ. ഞാൻ അവന് ചിറകുകൾ കൊടുത്തു, പക്ഷെ അവന് അത് എന്ത് യൂസ് ചെയ്തു, ബട്ട് ഹി യൂസ്ഡ് ദം ടു കം ഹോം അല്ലെ. അവനത് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇതിൽ എന്താണ് പറയുന്നത്, ഒരു 12 വയസ്സുകാരനെ എക്സിക്യൂട്ട് ചെയ്തു എന്നത് ശരിയല്ല. As if the bowl of heaven is an illusion just because I can see right through it എന്ന് പറയുന്നുണ്ട്. ആ ലൈനില് എന്താണ്, ഒരു സ്വർഗത്തിലെ ഹെവനിലെ ഒരു ബൗൾ ഒരു മിഥ്യയാണെന്ന പോലെ അവന്റെ മരണവും ഒരു മിഥ്യയാണെന്ന സ്വപ്നത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ആ ഒരു മിഥ്യയിൽ
ആയിരിക്കെ മാത്രമാണ് ഐ ഗേവ് ഹിം ജസ്റ്റ് ബിക്കോസ് ഐ ക്യാൻ സീ ദ റൈറ്റ് ത്രൂ ഇറ്റ്. എന്താണ് എനിക്ക് അതിലുള്ള സത്യം അല്ലെങ്കിൽ നീതി എനിക്ക് കാണാൻ കഴിയുക ആ ഒരു ഡ്രീമിൽ ഞാൻ ആയിരിക്കുമ്പോൾ മാത്രമാണ്. അഥവാ ഒരു 12 years ആയിട്ടുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ബോയിനെ എന്ത് ചെയ്യാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ശരിക്കും ശരിയല്ല അല്ലെ. അവൻ അതിന് മാത്രം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം അവനൊരു ഒരു കുട്ടിയാണ് അല്ലെ. അപ്പോൾ ആ ഒരു 12 വയസ്സ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ്. അപ്പൊ ആ ഒരു പ്രായത്തിൽ അവനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഡ്രീമിൽ തന്നെ ഇരിക്കുമ്പോൾ മാത്രമാണ് അവന് ചെയ്തതില് അവനിക്ക് സംഭവിച്ചതിലുള്ള നീതി എന്താണ് എനിക്കതിൽ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഐ ഗേവ് ഹിം ദ വിങ്സ് ബട്ട് ഹി യൂസ്ഡ് ദം ടു കം ഹോം. എന്താണ് ഞാൻ അവന് ചിറകുകൾ കൊടുത്തു, അവൻ അത് വീട്ടിലേക്ക് വരാനാണ് ഉപയോഗിച്ചത്. 12 ഈസ് ടു യങ് അല്ലെ. 12 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ടു യങ്, വളരെ ചെറുപ്പമാണ്. ടു ബി തിങ്കിങ് ഓഫ് നെസ്റ്റ്, എന്താണ് നെസ്റ്റുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുക, ചെറിയ കളിയുടെ കാര്യങ്ങൾ അല്ലെ, ചെറിയ പക്ഷിക്കൂടുകളെ കുറിച്ചൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരു ചെറിയ പ്രായമാണ് 12 എന്ന് പറയുന്നത്. ടു ഓൾഡ് ഫോർ എ സൺ ആൻഡ് ഹിസ് മദർ. പക്ഷെ ആ ഒരു ലൈനിന് ശേഷം പറയുന്നത് എങ്ങനെയാണ്, എന്താണ് പക്ഷെ അതെന്താണ് ഒരു അമ്മയും മകനും തമ്മിലുള്ള ബോണ്ടിന്റെ ഒരു വലിയ കാലമാണ് അല്ലെ. അമ്മയും മകനും എന്ന് പറയുന്നത് എപ്പോഴും ഒരു നമുക്ക് മുറിച്ചു മാറ്റാനാവാത്ത അല്ലെങ്കിൽ അത്രയും മനസ്സിലാക്കുന്ന രീതിയിൽ വേണ്ടപ്പെട്ട ഒരു ബോണ്ടാണ് അല്ലെങ്കിൽ ഒരു ബന്ധമാണ്. അതൊരു മെറ്റേണൽ ആയിട്ടുള്ള ഇമ്പൾസ് അവരുടെ ഇടയിൽ എന്താണ് കൂടുതലാണെന്നാണ് കാണിക്കുന്നത്. ഹി കനോട്ട് ബി ഡ്രോൺഡ്, എന്താണ് അവൻ ഒരിക്കലും എന്താണ് അവനെ മുക്കിക്കൊല്ലാൻ സാധിക്കില്ല. എന്താണ് ദോ ഹി ക്യാൻ നോ ലോങ്ങർ ഫ്ലൈ, അവൻ എന്താണ് പറക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യില്ല, മുക്കിക്കൊല്ലാൻ സാധിക്കില്ല. നമ്മളെ മുന്നത്തെ ലൈനില് ടു ഓൾഡ് ഫോർ എ സൺ ആൻഡ് ഹിസ് മദർ എന്നുള്ളിടത്ത് ഒരു കോൺട്രഡിക്ടറി ആണ് പറയുന്നത് കേട്ടോ. ഒരു അമ്മയും മകനും തമ്മിലുള്ള ബോണ്ടിന് വലിയ ഒരു ബോണ്ടാണ്. 12 years എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഏജ് ആണ്, പക്ഷെ ആ ഒരു 12 years എന്ന് പറയുന്നത് ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു വലിയ ബോണ്ട് എന്നുള്ള ഒരു കോൺട്രഡിക്ടറി ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ബട്ട് ഹി ക്യാൻ ഡ്രീം ഓഫ് ഫ്ലൈറ്റ്, കാരണം എന്താണ് അവന് എന്താണ് പറക്കാൻ വിങ്സ് ഉപയോഗിച്ച് പറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവൻ എന്ത് ചെയ്യില്ല, ഡ്രോൺ ചെയ്യില്ല, മുങ്ങില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് ഹി ക്യാൻ ഡ്രീം ഓഫ് ഫ്ലൈറ്റ്, എന്താണ് അവന്റെ ഈ സ്വപ്നം മതിയാവും. ആ ഒരു വെള്ളത്തിൽ അവന്റെ ഫ്ലൈറ്റിനുള്ള ഒരു ഫ്ലൈറ്റാണ് അവൻ സ്വപ്നം കാണുന്നത്. ആൻഡ് പെർഹാപ്സ് ദാറ്റ് വാസ് ഇനഫ്, എന്താണ് ആ ഒരു സ്വപ്നം മതിയാവും അവൻ എന്താണ് മുങ്ങാതെ വരാൻ വേണ്ടിയിട്ട്. ആ ഒരു സ്വപ്നം അവന് മതിയാവും. ടു ബ്രിങ് ഹിം ഔട്ട് ഓഫ് ദി വാട്ടർ, എന്താണ് വെള്ളത്തിൽ നിന്നും അവനെ മുകളിലോട്ട് കൊണ്ടുവരാൻ ഈ ഡ്രീം ഓഫ് ഫ്ലൈറ്റ് തന്നെ, അവന്റെ ആ ഒരു ഫ്ലൈറ്റിന്റെ ഒരു സ്വപ്നം തന്നെ മതിയാവും. ആസ് ഇഫ് ഇറ്റ് വാസ് എ ഇൻവേർട്ടഡ് ബൗൾ വിത്തൗട്ട് സബ്സ്റ്റൻസ്, എന്താണ് ഒന്നുമില്ലാത്ത വിത്തൗട്ട് സബ്സ്റ്റൻസോട് കൂടിയുള്ള ഒരു ബൗളിനെ ഒരു വാട്ടറിലേക്ക് ഇൻവേർട്ട് ചെയ്ത് വെക്കുന്നത് പോലെ അവൻ എന്താണ് ഈ ഒരു ഡ്രീം മതിയാവും അവന് വാട്ടറിന്റെ മുകളിലോട്ട്, അല്ലെങ്കിൽ ബ്രിങ് ഹിം ഔട്ട് ഓഫ് ദി വാട്ടറിന്റെ മുകളിലോട്ട് അവന് വരാൻ. ദാറ്റ്സ് ഇനഫ് അല്ലെ. ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ഇനഫ് ആണെന്നാണ് പറയുന്നത്. ഇൻവേർട്ടർ ബൗൾ വിത്തൗട്ട് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർഫസിൽ, ഒരു വാട്ടർ സർഫസിലേക്ക് ഒരു ബൗളിനെ, ഇൻവേർട്ടഡ് ആയിട്ടൊരു ബൗളിനെ നമ്മൾ നല്ല താഴ്ത്തി കഴിയുകയാണെന്നുണ്ടെങ്കിൽ സഡൻലി അതെന്ത് ചെയ്യും, മുകളിലോട്ട് വരും, പെട്ടെന്ന് അത് മുകളിലോട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അതുപോലെ എന്താണ് ആ ഒരു ഡ്രീം മതി അവനക്ക് മുകളിലോട്ട് വരാൻ എന്നാണ് പറയുന്നത്. അവനെ ആർക്കും എന്താണ് മുക്കിക്കൊല്ലാൻ സാധിക്കില്ല, അവൻ അത്രയും സ്പീഡിൽ എന്താണ് മുകളിലോട്ട് വരും എന്നാണ് പറയുന്നത്. ഇതാണ് ഡ്രീം മിഡ്നൈറ്റ് എന്ന കവിതയിൽ പറയുന്നത്. സോ ഇറ്റ്സ് സിമ്പിൾ പോയം ആൻഡ് സിമ്പിൾ ലാംഗ്വേജിൽ, ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്. സോ ഗോസ് ത്രൂ ഇറ്റ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.